എന്നിട്ട് മൂപ്പര് വെല്ലുവിളി എന്താ മുജാഹിദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു പാപ്പരായി കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂലാന്ന. ഹമീദ് ഫൈസി ഇത് മറക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട്. ഈ കാലം വരെ സംവാദം തന്നിട്ട് ഹമീദ് ഫൈസിനെ കണ്ടിട്ടില്ല. എവിടെ മൂപ്പര് വന്നിട്ടില്ല. മൂപ്പര് തയ്യാറാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. 3 അക്ഷരം ഉണ്ടാവില്ലാന്നുള്ളൂ. കേന്ദ്രം എന്നുള്ള 3 അക്ഷരം ഉണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് ധൈര്യമായി വെല്ലുവിളിക്കുക. ആളില്ലാത്ത പോസ്റ്റേക്ക് അത്രയും ഗോൾ അടിക്കാനോ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദർശരംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കർ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഏത് വിഷയമായിക്കോട്ടെ, തീവ്രവാദോ ഭീകരവാദോ ISO ഖബർ ജാരം പൊളിക്കലോ അടക്കമുള്ള ഏതുമായിക്കോട്ടെ. ഹമീദ് ഫൈസി തയ്യാറാണോ? ഞങ്ങൾ റെഡിയാ. കേട്ടോളി മൂപ്പരെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ പട്ടിക്കാട് തന്നെ വന്ന് പരിപാടി വെച്ചത് അത് ഏറ്റെടുക്കാനാ. പറയട്ടെ ഹമീദ് ഫൈസി. ഞാൻ പറയുന്നു, ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തിലെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികൾ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പറയുകയാണ്. കഴിയുമെങ്കിൽ പറയട്ടെ. കഴിയും ഇതാ പറയുന്നു. കഴിയുമെങ്കിൽ പറയട്ടെ എന്ന ഈ വെല്ലുവിളി തന്റെ മുന്നിൽ കൂടിയ ആയിരങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ മാത്രമായിരുന്നുവെന്ന ഞങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഹമീദ് ഫൈസി വരട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അയാൾ വരൂല. നിങ്ങൾ വലിച്ചോടുന്നാലും വരൂല. ഹമീദ് ഫൈസി വരൂല. മൂപ്പര് പറയുന്ന വിഷയം ഏതായിക്കോട്ടെ, കുഴപ്പമില്ല. തൗഹീദ് വേണോ? ഒരു പ്രശ്നമില്ല. പ്രാർത്ഥന എന്ന വിഷയത്തിൽ സംവാദം വേണോ? ജിന്ന് മലക്ക് വിഷയത്തിൽ സംവാദം വേണോ? ഒരു പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി വെച്ച ഏത് പുസ്തകവും ഞങ്ങൾ തള്ളേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം അംഗീകരിക്കും. 1921 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഏതൊക്കെ പ്രസിദ്ധീകരണമുണ്ടോ ആ പ്രസിദ്ധീകരണങ്ങളിൽ ഈ 90 കൊല്ലം പറഞ്ഞ ആദർശമെന്തോ ആ ആദർശം സ്ഥാപിക്കാൻ ഞങ്ങൾ ഒരുക്കുക. സംവാദത്തിന് വെറുതെ വെല്ലുവിളിച്ചു പോയാൽ പോരാ. ഒന്നിലധികം തവണ മൂപ്പര വെല്ലുവിളി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ പട്ടിക്കാട് ആളുകളെ സാക്ഷിയാക്കി ജാമിയ നൂരിയയിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ. ഒരു പക്ഷെ ഹമീദ് ഫൈസിയും ഉണ്ടാകാം, മാറിയിരുന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കട്ടെ, ഇനി ഇവിടെ ഇല്ലെങ്കിൽ ബൈലക്സിലെങ്കിലും ഇപ്പൊ അദ്ദേഹം കേൾക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കർ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തയ്യാറാ. ഏത് വിഷയവും, തൗഹീദ് വേണോ, ഇസ്തിഗാസ വേണോ, ഖബർ കെട്ടിപ്പൊക്കൽ വേണോ, മാല മൗലീദ് വേണോ, ഇനി തീവ്രവാദം വേണോ, ഭീകരവാദം വേണോ, ജിന്ന് ശൈത്താൻ വേണോ, ഒരു പ്രശ്നമില്ല. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം എന്തു പറഞ്ഞോ അത് അതേപടി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നിങ്ങളും മുൻഗാമികളുമായി സംവാദം നടത്തിയതിന് തുടർച്ചയായി അത് ഏറ്റെടുക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സന്നദ്ധരാ.